പന്തളത്ത് നാടകം കളിക്കണം. അപ്പോൾ രണ്ടാമത്തെ നിലയിൽ ഒരു ഹോട്ടലിൻ്റെ രണ്ടാമത്തെ നിലയിലാണ് ഓഡിറ്റോറിയം, അവിടാണ് റെയിൻബോ കളിക്കുന്നത്. അപ്പം ഈ കോണിപ്പടി കയറി പോകണം. നാടകം കളിച്ച് കഴിഞ്ഞിട്ട് ഒരാൾ ക്രച്ചസിൽ വന്ന് നമ്മളെ നമുക്ക് തൊപ്പിൽ ബാസി മാമന ക്രച്ചസിൽ ഈ സ്റ്റെപ്പ് അത്രയും കയറി ഈ നാടകം കണ്ടിട്ട് ഞങ്ങളെ എന്നെ ചേട്ടൻ കെട്ടി അങ്ങോട്ട് പിടിച്ചു. അപ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു എന്തൊരു ഇങ്ങനെ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഈ നാടകരംഗത്തേക്ക് വന്നെന്നുള്ള. എത്ര നാടകങ്ങൾ ചെയ്ത എനിക്ക് പറഞ്ഞ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റൊക്കെ അശ്വമേധം എന്ന് പറയുന്ന നാടകം എഴുതിയ ആൾ, തുലാഭാരം എഴുതിയ ആൾ, പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിട്ട് ഒരു പാർട്ടിക്കാരൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ട്രാജഡി നാടകമാക്കിയ ആൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരാൾ നമ്മളെ വന്നങ്ങനെ ആശ്ലേഷിക്കുക. നന്നായി മക്കളെ, ഞാൻ നിങ്ങളുടെ സെറ്റ് ലൈറ്റ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ നിങ്ങൾ ഈ റെയിൻബോ ഞാൻ വായിച്ചിട്ടുണ്ട്, എങ്ങനെ നിങ്ങൾ ഈ ഒരു പ്രൊസീനിയർ സ്റ്റേജിൽ ഒതുക്കിയെന്ന് കാണാൻ വേണ്ടി വന്നു, നന്നായി മക്കളെ എന്ന് പറഞ്ഞു.